നമസ്കാരം. മജീഷ്യൻ സാമ്രാജാണ് മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക്. നമസ്കാരം. ഒരു മാജിക് കൊണ്ട് തന്നെ തുടങ്ങാം. എൻ്റെ കയ്യിലൊരു പാക്കറ്റ് ഷീറ്റുണ്ട്. റൈറ്റ്, ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് കാർഡ്സ് അല്ലേ, എല്ലാം വ്യത്യാസമുള്ള കാർഡുകളാണ്. നോക്കുക, നമുക്ക് കാണിക്കാം. 4 ആടുതൻ, 9 ഓഫ് ക്ലബ്സ്, 10 ആടുതൻ. ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് കാർഡ്സ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കാർഡ്സിനെ ഞാൻ ഈ ടേബിൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പോവുകയാണ്. യെസ്, ഇതിൽ ഇഷ്ടപ്പെട്ടൊരു കാർഡ് സെലക്ട് ചെയ്യാം. എന്നെ കാണിക്കരുത് നിർബന്ധമുണ്ട്. ജസ്റ്റ് നോക്കുക, അതിനുശേഷം കൂട്ടുകാരെ കാണിക്കുക. കണ്ടു കഴിഞ്ഞെങ്കിൽ അതേ പൊസിഷൻ തന്നെ വെക്കുക. എവിടെയാണ്? ഉണ്ടവിടെ അല്ലേ? നോക്കുക. എനിക്കറിയില്ല എവിടെ വെച്ചു എന്നുള്ള, പ്രകാശം എവിടെ വെച്ചു എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് കാർഡ്സ്. ഒന്നുകൂടി സംശയം മാറ്റാനായിട്ട് 1, 2, 3 സെക്ഷനാക്കി ഞാൻ ഇങ്ങനെ വെക്കുന്നു. വീണ്ടും വെച്ചു. എനിക്ക് ഒട്ടും അറിയില്ല എവിടെ പോയെന്നുള്ളത്. നൗ ദ റിയൽ മാജിക് ഹാപ്പൻസ്. രസം സാമ്രാജ്യമല്ലേ നമ്മുടെ ഈ ആക്ട് ചെയ്യാൻ പോകുന്നത്. ഒരു റോബോട്ടുണ്ട്. ഞാനതാണ് നിരന്തര പരിശ്രമഫലമായി റോബോട്ടിനെ കൊണ്ട് ഈ ആക്ട് ഞാൻ ചെയ്യിപ്പിക്കാൻ, ഈ കാർഡ് സെലക്ട് ചെയ്യിക്കാൻ പോവുകയാണ്. ഇനി ഫ്യൂച്ചറിൽ ഏകദേശം ഒരു 10 വർഷത്തിന് ശേഷം ഒരു പക്ഷേ നമുക്കിത് പ്രതീക്ഷിക്കാം. ഇപ്പം പല കാര്യങ്ങളും കാർ പെയിൻ്റ് അടിക്കുക, അങ്ങനെ വലിയ വലിയ കാര്യങ്ങളെല്ലാം റോബോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മാജിക്കും ഒരു സമയം വരുന്നു. ഞാൻ ഇതിങ്ങനെ നോക്കൂ, സ്പ്രെഡ് നോക്കി. യെസ്, ഇട്ടു. ഇനിയും എവിടെ എൻ്റെ റോബോട്ട്? ഹിയർ ഇറ്റ് ഈസ്. വിഘ്നേശ്വരൻ. ഈ റോബോട്ടിനെ ഞാൻ ഓൺ ചെയ്ത് വിടുകയാണ്. ഹി ഈസ് ഗോയിങ് ടു സെലക്ട് ദ കാർഡ്. ഓക്കെ, ഇവിടെ വെക്കുന്നു. വിഘ്നേശ്വര, സ്റ്റാർട്ട് ദ മാജിക്. വിഘ്നേശ്വര. എനിക്ക് തോന്നുന്നു അതായിരിക്കും എന്നുള്ളത്. നോക്കട്ടെ, ഇതല്ലേ നമ്മുടെ കാർഡ്? ഐ തിങ്ക് ദിസ് ഇസ് എ കാർഡ്. ആണോ? രഹസ്യങ്ങളൊന്നും പുറത്ത് പറയാതെ മാജിക്കിനെ അതിൻ്റേതായ തനിമയിൽ അതിൽ നിന്ന് പ്രേക്ഷകൻ അല്ലെങ്കിൽ അത് കാണുന്ന ആളുകളെ മാറ്റി നിർത്തുന്ന, എപ്പോഴും ഒരു അത്ഭുതത്തോടു കൂടി അതിനെ നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന്. മറ്റൊന്ന്, ഇത് ചെയ്ത ശേഷം ഇതിൻ്റെ രീതികൾ ഇന്നതാണ് എന്ന് വിശദീകരിക്കുന്ന മറ്റൊന്ന്. അപ്പോൾ താങ്കളിത് വെളിപ്പെടുത്താത്ത രീതിയോട് യോജിപ്പ് പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടത്? അതാണ് ശരിക്കും ഒരു മജീഷ്യൻ ചെയ്യേണ്ട. അവരെയാണ് മജീഷ്യൻ എന്ന് പറയേണ്ടത്. ഒരു മജീഷ്യൻ്റെ ആവാനുള്ള ക്വാളിറ്റി എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ രഹസ്യം സൂക്ഷിക്കുക എന്നതാണ്. അല്ലാതെ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചതിന് ശേഷം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ രഹസ്യം മറ്റുള്ളവരെ വിളിച്ചറിയിക്കുക, പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് നോട്ട് എ മാജിക്. ഒരു മജീഷ്യൻ്റെ ഡ്യൂട്ടി അല്ല. അതുമാത്രമല്ലല്ലോ, ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഏറെ കൗതുകം നിലനിർത്തുമ്പോൾ തന്നെ ഇതിൻ്റെ രഹസ്യങ്ങൾ വ്യാപകമായി വിതരണം ചെയ്യപ്പെടുമ്പോൾ, ആ അറിവ് വിതരണം ചെയ്യപ്പെടുമ്പോൾ കൂടുതൽ ജനകീയമാവുകയല്ലേ ചെയ്യുക. കാരണം കേരളത്തിൽ തന്നെ താങ്കൾക്കൊപ്പം നിൽക്കുന്ന ഗോപിനാഥ് മുതുകാടിനെ പോലുള്ള ആളുകൾ കൂടുതലും പരസ്യമായി ഈ വിവരങ്ങൾ, ഇതിൻ്റെ ഘടന വെളിപ്പെടുത്തുന്ന ഒരാളാണല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ടെന്ന് തോന്നുന്നു ഇത്തരത്തിൽ ഈ ജനകീയത വർദ്ധിപ്പിക്കാൻ ഇത് ഉതകുകയല്ലേ ചെയ്യുക. അല്ല, ഗോപിനാഥ് മുതുകാട് പറഞ്ഞതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. നല്ലൊരു മജീഷ്യൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഗോപിനാഥ് മുതുകാട് ചെയ്യുന്ന ഏതെങ്കിലും ഇലൂഷൻസ് ചെയ്യുന്ന, സ്റ്റേജിൽ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോഗ്രാമിന് മുമ്പ് ആരെങ്കിലും വിളിച്ചറിയിക്കുകയോ, ഞാൻ ചങ്ങലിരുന്ന് രക്ഷപ്പെടുന്ന ഈ രീതിയിലാണ്, അല്ലെ ഫാനിനകത്തൂടെ തുളച്ചിറങ്ങുന്നത് ഈ രീതിയിലാണെന്ന് അദ്ദേഹം പറയുമോ? മറ്റാരോ കണ്ടുപിടിച്ചിട്ടുള്ള ഏതോ ഐറ്റംസ് നഷ്ടമില്ലല്ലോ. ആരെയും ഇങ്ങനെ വിളിച്ചറിയിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായ രീതിയാണ്. മറ്റാരോ കണ്ടുപിടിച്ച ഐറ്റം മുതുകാട് അവതരിപ്പിക്കുന്ന പറയുമ്പോൾ താങ്കൾ സ്വന്തമായി രൂപം കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ് അവതരിപ്പിക്കാറുള്ളൂ? മിക്കവാറും എല്ലാം അങ്ങനെയാണ് ചെയ്യാറുള്ളത്. താങ്കൾ എന്തുകൊണ്ടാണ് ഒരു ഹൂഡിനോ എസ്കേപ്പോ ആ കൂട്ടിൽ വരുന്ന, ആ കാറ്റഗറിയിൽ വരുന്ന തരത്തിലുള്ള മാജിക്കുകൾ തിരഞ്ഞെടുക്കാതെ മാറി സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇത് ഏതു കലാരൂപത്തിൻ്റെ ശാപം, നാശം അതാണ് ഈ അനുകരണം. യേശുദാസ് നല്ലപോലെ പാടുന്നു. അതിനെ അനുകരിക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അവരെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. തനതായ ശൈലിയിൽ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവർ രക്ഷപ്പെടുന്നുണ്ട്. എനിക്ക് ദൈവം കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ, മാജിക് ചെയ്യാനുള്ള കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ രീതിയിൽ തന്നെ പോകണം. എനിക്ക് മറ്റാരെയും കോപ്പി ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ.
ആരുടെയും കീഴിൽ ഇത് പരിശീലിച്ചിട്ടാണോ ഇത്? പരിശീലനം ബേസിക് ലെസൺസ് ഞാൻ ഒരു മജിഷ്യൻ്റെ കീഴിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ജസ്റ്റ് ബേസിക് ലെസൺസ്. അത് 1 മണിക്കൂർ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. മാജിക് എൻ്റെ മുന്നിൽ കാണുന്നത് നമ്മൾ 10 പേര് കൂടി നിൽക്കുന്നു. അല്ല, ഇന്ന് ഈ ഫ്ലോറിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ വലിയ ഫ്ലോറിൽ എത്രയോ ആൾക്കാർ വർക്ക് ചെയ്യുന്നു. ഇതിൽ ഏതെങ്കിലും വിസ്മയമുണ്ടാക്കുന്ന ഒരാൾ കാണും. അവരെ നമുക്ക് മജിഷ്യൻ എന്ന് വിശേഷിപ്പിക്കാം. താങ്കൾ ആ കൂട്ടത്തിലാണ് എന്ന് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? അത് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു. കാരണം ഒരു സ്ട്രീറ്റ് മജിഷ്യൻ്റെ ഒരു പെർഫോമൻസ് കണ്ടപ്പോഴാണ് ഇത് കൊള്ളാമല്ലോ, എനിക്കിതുപോലെ ആവണമല്ലോ എന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നത്. ഒരു പാട്ടുകാരൻ നിരന്തര പരിശീലനം കൊണ്ട് മാത്രം പാട്ടുകാരനാകില്ല, നൈസർഗികമായ ഒരു കഴിവ് വേണം. മാജിക്കിനെ സംബന്ധിച്ച് ഈ പരിശീലനം മാത്രമാണോ അതിൻ്റെ പിന്നിൽ? ഒട്ടുമല്ല. ആദ്യം പറഞ്ഞത് തന്നെ അതിനകത്തുണ്ട്. ഇൻബോൺ ടാലൻറ്റ്, ദൈവദത്തമായൊരു കഴിവുണ്ടാവണം. അതിൻ്റെ കൂടെ പിന്നെ പരിശ്രമം വേണം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ്, അങ്ങനെ ഒരു മജിഷ്യൻ ഉണ്ടാകുന്നുള്ളൂ. താങ്കളുടെ ശൈലി എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്? ഇപ്പോൾ മെർലിൻ അവാർഡിലേക്ക് വരെ ഒരു മലയാളി എത്തിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു സ്കേറി കാറ്റഗറി ആണല്ലോ താങ്കളെ ആ അവാർഡിന് അർഹനാക്കിയത്. എങ്ങനെയാണ് താങ്കൾ ഈ ശൈലിയിലേക്ക് എത്തിയത്? അങ്ങനെ ആയതല്ല, ഞാൻ ആക്കിയെടുത്തതല്ല, അങ്ങനെ ആയിപ്പോയതാണ്. കാരണം ഞാൻ ശരിക്കും പറഞ്ഞ കോമഡി മാജിക്കൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം. അതൊക്കെ ചെയ്തു വരുമ്പോൾ അത് സ്കേറി ആയി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കില്ല, മെർലിൻ അവാർഡുകാർ തെറ്റിദ്ധരിച്ചതായിരിക്കില്ലോ. എന്നാലും താങ്കളുടെ സ്പെഷ്യലൈസേഷൻ സ്കേറി അവാർഡാണ്. സ്വാഭാവികമായും മറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ താങ്കൾ എന്തിലാണോ ഊന്നൽ നൽകുന്നത് അതിൻ്റെ ഒരു സ്വഭാവം മറ്റുള്ളതിലേക്ക് കൂടി വരുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കും കോമഡി ചെയ്യുമ്പോൾ സ്കേറി ആവുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകും. അതല്ലാതെ താങ്കളുടെ സ്പെഷ്യലൈസേഷൻ അതാണ്. അങ്ങനെയുള്ളൊരു എല്ലാവരും വിസ്മയിപ്പിക്കണം അല്ലെങ്കിൽ ഭയചകിതരാക്കണം എന്നൊരു മാജിക് അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടാകാനുള്ള കാരണം. അല്ല, എൻ്റെ ഏതൊരു ഐറ്റം നോക്കിയാലും അതിലൊരു ഒരു പേടിപ്പിക്കുന്നൊരു എലിമെൻറ്റ്സ് എവിടെയൊക്കെ കാണുന്നുണ്ടെന്ന് ജനം പറയുന്നത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഒരു പക്ഷേ എൻ്റെ ആകാരം, ആ ഒരു ഫിഗർ ഉണ്ടാവാം, എൻ്റെ നോട്ടമാകാം, ശബ്ദമാകാം. നേരത്തെ ഹൗഡിനി എസ്കേപ്പ് പോലുള്ള വിശാലമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് താങ്കൾ ചെയ്യുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ അതിനകത്ത്. എന്തുകൊണ്ട് ഇത്രയും റിസ്ക് എടുക്കണം? അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന കാർഡ്സ് വെച്ചും അതല്ലാതെ ഒരു കൈയടക്കം കൊണ്ടും ഒക്കെ മാജിക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ജീവൻ പോലും പണയം വെച്ചുകൊണ്ടുള്ള മാജിക്കിലേക്ക് എന്തുകൊണ്ട് ഇറങ്ങുന്നു? അതെൻ്റെ ഒരു പാഷനാണ്, എൻ്റെ ഒരു സ്റ്റൈലിയാണത്. ശരിക്കും ആളുകളെ പേടിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ മറ്റ് ടെക്നോളജികൾ, പുതിയ എൻ്റർടൈൻമെൻറ്റ് സങ്കേതങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ കലകളുടെ അല്ലെങ്കിൽ ഈ എൻ്റർടൈൻമെൻറ്റ് അവസ്ഥകളുടെ നടുവിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ കല കൊണ്ട് ശരിക്കും അവരെ പേടിപ്പിക്കാനും പിടിച്ചിരുത്താനും ഒക്കെ സാധിക്കുന്നു. പേടിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശമല്ല. ആ ഭയം ഉണ്ടാകുന്നെങ്കിൽ അതിലൂടെ വിസ്മയം ഉണ്ടാക്കുന്നു. അതാണ് അതിൽ ഞാൻ വിജയിച്ചു, ഒരു പരിധി വിജയിച്ചു എന്നുള്ളത്. കാരണം തുടക്കത്തിൽ തന്നെ ഞാനിത് ഗൾഫിൽ നിന്ന് പ്രോഗ്രാം അവതരിപ്പിക്കണമെന്ന ആഗ്രഹം ഞാനിവിടെ എത്തി ട്രൂപ്പ് ഫോം ചെയ്തപ്പോൾ എൻ്റെ ശൈലി കണ്ട് എൻ്റെ വെൽവിഷേഴ്സ് പലരും പറഞ്ഞു, സാമ്രാജ് ഇത് ചെയ്യരുത്, കാരണം കുട്ടികൾ ഭയക്കും, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, കുറേ അഡ്വൈസ്. ഞാൻ പറഞ്ഞു എനിക്കത് പറ്റുന്നില്ല. പല രീതിയിൽ അവരെന്നെ വെൽവിഷേഴ്സ് മാറ്റാൻ ശ്രമിച്ചു, പക്ഷേ എനിക്കത് പറ്റുന്നില്ല. അന്ന് അവർ പറഞ്ഞത് ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എന്നെ തേടി ഇൻ്റർനാഷണൽ മെറിൻ അവാർഡ് വരില്ലായിരുന്നു. കാരണം അത് ഞാനെടുത്ത തീരുമാനം നല്ലതെന്ന് എനിക്ക് തോന്നി. ഒരു ഗോപിനാഥ് മുതുകാടും താങ്കളും ഒക്കെ കേരളത്തിൽ അറിയപ്പെടുന്നവരാണ്. സാധാരണഗതിയിൽ ഈ സ്ട്രീറ്റ് മജീഷ്യൻസിൻ്റെ കാര്യത്തിൽ എല്ലാവരും അവർക്കൊന്നും വേണ്ടത്ര സ്റ്റേജ് കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയൊക്കെ ഇല്ലേ? ഇപ്പോൾ താങ്കൾക്ക് വലിയ ട്രൂപ്പും ഒക്കെ ഉണ്ട്, അതുപോലെ എല്ലാവർക്കും ആകാൻ കഴിയില്ലല്ലോ. ആ നിലയിൽ മാജിക് ഒരു ഫെയിലിയറായി വരുമോ? മാജിക് തന്നെ പല രീതിയിലുള്ള മാജിക്കുകളുണ്ടല്ലോ. ഞങ്ങളുടേത് ഞാൻ അവതരിപ്പിക്കുന്നത് ഇലൂഷൻ ഷോ എന്ന് പറയും. കൂടുതൽ ആൾക്കാരുടെ സെറ്റപ്പോടുകൂടി വലിയ സെറ്റപ്പോസ് ഇതിലൊക്കെ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ഇലൂഷൻ ഷോ. എന്നാൽ സ്ട്രീറ്റ് മാജിക് അവർക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. അവർക്കൊരു കയ്യിൽ വേണം, അല്ലെങ്കിൽ താഴെ ഇരുന്നിട്ടൊക്കെ അവരിങ്ങനെ പ്രോഗ്രാം ചെയ്യും. പക്ഷേ അത് അവർ ശരിക്കും ഒരു മജീഷ്യൻസ് അവരെന്ന് പറയാൻ അവർ അംഗീകരിക്കാം. അവരാണ് ശരിക്കും മാന്ത്രികർ. പക്ഷെ അവർക്കൊന്നും നിലനിൽപ്പില്ല. കാരണം ചില മാന്ത്രികർ അവരുടെ രഹസ്യങ്ങളെല്ലാം ടി വിയിലൂടെയും എല്ലാ പൊതുസ്ഥലത്തും വെച്ച് ഇങ്ങനെ റിവീൽ ചെയ്യുകയാണ്. അവർ പാവനമായിട്ട് കൊണ്ടു നടന്ന രഹസ്യങ്ങൾ. പിന്നെ അതുപോലെ കഞ്ചൂറിങ് ആക്ടേഴ്സ് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്നു. ഒരു ബോൾ എടുക്കുന്നു, അത് പെട്ടെന്ന് തന്നെ കളർ മാറുന്നു, ഒരു ടവൽ എടുക്കുന്നു, അതിൽ നിന്ന് ഫ്ലവർ വരുന്നു, അല്ലെ പ്രാവ് വരുന്നു. ഇങ്ങനെയുള്ള മനോഹരമായ ഇനങ്ങൾ പണ്ട്, അതായത് ഒരു 10 വർഷം മുമ്പ് നമ്മളിങ്ങനെ അതിശയിച്ചിരുന്നിരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കാണുമ്പം
ഈ ഒരു ലെവലിലേക്ക് എത്തി. കാരണം മുമ്പേ പറഞ്ഞ പോലെ മാജിക്കിനെ ജനകീയവൽക്കരിച്ചു. അതിൻ്റെ തെളിവാണത്. മാജിക്കിനെ ജനകീകരിക്കാൻ പാടില്ല. മാജിക്കിന്റെ ലോകത്ത് പുതിയ പരീക്ഷണങ്ങൾ വരുന്നുണ്ടല്ലോ. കൂടുതൽ എന്നും ഇത്തരത്തിലുള്ള ചെറിയ രീതിയിൽ പിന്നീട് എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ള പ്രാവ് പറന്നു പോകുന്നതോ പുഷ്പം എടുക്കുന്നതോ ആയ തരത്തിലുള്ള മാജിക്കുകൾ എന്നും അതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലോ. അപ്പോൾ ഈ രഹസ്യം ആളുകൾക്ക് അല്ലെങ്കിൽ ഈ വിവരം ആളുകൾക്ക് പകർന്നു കൊടുക്കുകയും വലിയ തോതിലുള്ള മറ്റ് കണ്ടുപിടുത്തങ്ങൾ എന്ന് നിങ്ങളുടെ ഭാഷയിൽ പറയാം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആർക്ക് പകർന്നു കൊടുക്കുന്ന പറയുന്നത്? താല്പര്യമുള്ള ആളുകൾക്ക്. താല്പര്യം എല്ലാവർക്കും. എൻ്റെ ഒരു പ്രോഗ്രാം കണ്ടിറങ്ങുമ്പോൾ പലരും ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം കുട്ടികളുടെ ഒരു ക്യൂ ആണ്, അവിടെ ഫാമിലിയുടെ ക്യൂ ആണ്. ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ ആവണം, മാജിക് പഠിപ്പിക്കാമോ എന്നുള്ളത്. അവർക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹമല്ല, ഈ രഹസ്യം അറിയണം, ഇത്ര മാത്രമേ ഉള്ളൂ. പഠിപ്പിക്കാറില്ല. കല അങ്ങനെയാണല്ലോ. മാജിക് എന്തായാലും ഒരു കല എന്ന് പറയുന്ന ആളല്ലേ താങ്കൾ? അപ്പോൾ കല അല്ല ഞാൻ ചോദിക്കുന്നത്, കല എന്നുള്ള നിലയിൽ ഇതിൻ്റെ നിലനിൽപ്പ് കൂടുതൽ പുതിയ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഇടയാക്കുക, അതേസമയം തന്നെ പഴയ പരീക്ഷണങ്ങൾ എന്നും നിലനിൽക്കുന്നതിന് വേണ്ടി വിവരങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പുതിയ പരീക്ഷണങ്ങൾ വരുന്നു, രഹസ്യം അതുപോലെ നിലനിൽക്കുകയും അത്തരം നമ്പറുകൾ കാലവിസ്മൃതിയിലേക്ക് മാഞ്ഞു പോവുകയും ചെയ്യില്ലേ? ഇപ്പം ഏറ്റവും അതിശയം എന്ന് പറഞ്ഞാൽ പഴയ ഐറ്റംസ് തന്നെ ഇപ്പോഴും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയൊന്നും കാര്യമായിട്ട് വരുന്നില്ല. ഈ റിസർച്ചൊന്നും അധികമൊന്നും ഇവിടെ നടക്കുന്നില്ല. പഴയ തന്നെ ഇപ്പോഴും നടക്കുന്നത് ജനകീയവൽക്കരിച്ചു എന്ന് പറയുന്ന അല്ലാതെ ഇതിൻ്റെ രഹസ്യം മറ്റുള്ളവരെ അർഹതയില്ലാത്തവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൻ്റെ പാവനത്വം ഇല്ലാതാക്കുന്നു. ഇത് ചെയ്യുന്നതിൻ്റെ വേഗത, അതിലെ കൈയടക്കം, അതല്ലേ ആ കഴിവ്. ആ കഴിവ് വേറെ ആർജിക്കാൻ കഴിയില്ല. ഇതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ ഇത് പ്രയോഗവൽക്കരിക്കുക, അതല്ലേ കുറച്ചുകൂടി നല്ലത്. മാജിക് മറ്റ് കലാരൂപങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. മാജിക്കിൻ്റെ വിജയം പറഞ്ഞാൽ എൻ്റെ പുറകിൽ ഇത് രഹസ്യമാണ്. ഇന്ന് ഞാനോ ഗോപിനാഥ് മുതുകാടോ പെർഫോം ചെയ്യുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ കാരണം അവർക്ക് എൻ്റെ രഹസ്യം അറിയില്ല. എന്നാൽ ഞങ്ങൾ അതിൻ്റെ രഹസ്യം പറഞ്ഞുകൊണ്ട് ഇന്ന പോലാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊരു പ്രോഗ്രാമിലൂടെ അവരാരും ഇരിക്കത്തില്ല. അതോടുകൂടി ആ മാജിക് നശിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മുതുകാടും മാജിക്കിനെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. കാരണം ഇത് തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. മുതുകാടിനെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ആരെങ്കിലും അങ്ങനെ റിവീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ജനങ്ങൾ പങ്കെടുക്കുന്ന വലിയ ഉത്സവങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാജിക് ഒരു കലാരൂപം എന്ന നിലയിൽ സ്റ്റേജിലൊക്കെ എത്താറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴതില്ല. അതിൻ്റെ കാരണം ഈ പറയുന്നത് പോലെ രഹസ്യങ്ങൾ വെളിവാക്കിയതാണോ, അല്ലെങ്കിൽ ഒരു തലത്തിൽ നിന്ന് ഉയരാൻ കഴിയാതെ പോയി ഈ കലാരൂപത്തിന് എന്നതുകൊണ്ടാണ്? ഈ രഹസ്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. നമ്പേഴ്സ്, മജിഷ്യന്മാരുടെ എണ്ണങ്ങൾ കൂടുന്നു. മനസ്സിലായി? ഇത് ഈ എറിയാൻ അറിയാവുന്നതിൻ്റെ കൊഴി കൊടുക്കുന്നില്ല എന്ന് പറയില്ലേ, ഇത് ഉപയോഗിക്കാൻ അല്ലെ ടാലൻ്റ് ഇല്ലാത്ത പലരും ഇത് പഠിക്കുന്നുണ്ട്, വിസ്മയം കൊണ്ട് അല്ലെ ഉപജീവന മാർഗത്തിന് വേണ്ടി പഠിക്കുന്നുണ്ട്. പണ്ടങ്ങനല്ലായിരുന്നു. പണ്ട് വിരലിലുണ്ടാവുന്ന മജിഷ്യൻസേ ഉള്ളൂ. അവർ വളരെ കഷ്ടപ്പെട്ടാണ് മാജിക് പഠിച്ചിട്ടുള്ളത്. ഇന്ന് ഈസിയാണ്, എവിടെയും അവൈലബിളാണ് ഇതിൻ്റെ സാധനങ്ങളും അല്ലെങ്കിൽ ടീച്ചേഴ്സും അവൈലബിളാണ്. ഇതൊരു ബിസിനസ്സായി മാറിയിരിക്കുന്നത് പലരും. ഏത് മജീഷ്യനോടാണ് താങ്കൾക്ക് ഏറ്റവും ആദരവ് തോന്നിയത്? ആദരവ് ഡേവിഡ് കോപ്പർഫീൽഡുണ്ട്, പിന്നെ ലാൻസ് ബർട്ടനുണ്ട്. എന്തുകൊണ്ട്? ഞാൻ ആഗ്രഹിക്കുന്ന സ്റ്റൈലിലൊക്കെ എനിക്ക് അവരേതൊക്കെയോ ലെവലിലെത്തി. പക്ഷേ എനിക്കതാവാൻ പറ്റുന്നില്ല. അത് അമേരിക്ക ആയതുകൊണ്ട് അവർക്ക് പറ്റുന്നത്. അവരുടെ പ്രോഗ്രാം ഞാൻ നേരിട്ട് കണ്ടു. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അവർ. പക്ഷേ ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ അവർക്ക് അതിനുള്ള ഭാഗ്യമുണ്ടല്ലോ എന്നുള്ളത്. എങ്ങനെ താങ്കൾക്ക് രഹസ്യം അറിയാമെങ്കിൽ അതുപോലെ പെർഫോം ചെയ്യാൻ കഴിയാത്ത? ദറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് ആർട്ടല്ലേ ഇതൊക്കെ. കാരണം അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുക, ഇതൊക്കെ എനിക്കറിയാം, രഹസ്യങ്ങളറിയാം. പക്ഷേ അതിന് നമുക്ക് പറ്റുന്നില്ല. കാരണം ഞാൻ ജീവിക്കുന്നത്, ഞാനിപ്പോൾ സെറ്റിലായിരിക്കുന്നത് മാവേലിക്കിരുന്ന മനോഹരമായൊരു കൊച്ചു ഗ്രാമത്തിലാണ്. അതിൻ്റെ സാധ്യതകൾ അവിടെയൊക്കെ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. പലരും പറയുന്നുണ്ട് എറണാകുളത്ത് പോ, അല്ലെ ട്രിവാൻഡ്രത്ത് പോകും, അവിടെ ആകുമ്പം അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അത് കൂടുതൽ നമുക്ക് വളരാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ അവിടെ ഒതുങ്ങി നിൽക്കുന്നു. ചുരുക്കത്തിൽ എനിക്ക് അവരെ പോലൊന്നും ആകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒരു അസൂയോടുകൂടി ഞാനിങ്ങനെ നോക്കിയിരിക്കും. ഞാനൊരു മജീഷ്യൻ സാമ്രാജ്യമാകാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അത്യാവശ്യം ചില കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ്, എൻ്റെ ഒരു കൈയടക്കമാണോ അതോ എനിക്ക് അത് അവതരിപ്പിക്കാനുള്ളൊരു ഷോമാൻ ആകാൻ കഴിയുമെന്നാണോ പരിശോധിക്കേണ്ടത്? എന്താണ് പരിശോധിക്കേണ്ടത്? ആദ്യം അതിനൊരു താല്പര്യം. പലരെയും ഇങ്ങനെയുള്ള ഐറ്റംസ് കാണിച്ചു കഴിയുമ്പോൾ അതിൻ്റെ വിസ്മയം അതോട് തീരുക.
ഇപ്പം കണ്ട് ഈ റോബോട്ടിൻ്റെ ഐറ്റം, ഇത് രഹസ്യമുണ്ട് ഇതിനകത്ത്, അല്ലാതെ എൻ്റെ സൂപ്പർ നാച്ചുറൽ പവറൊന്നും അല്ലേ ഈ കണ്ടത്, അതിലൊരു രഹസ്യമുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ നികേഷ് ഇത് കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ, ഇതല്ല എനിക്ക് വേണ്ടത്, മാറ്റി എനിക്ക് ആനെ വാനിഷ് ചെയ്യുന്നൊരു ഐറ്റം വേണം, ഇങ്ങനെ പറയും. കാരണം അതിൻ്റെ അർത്ഥം ഇത് ചെയ്യാനുള്ള കഴിവില്ല. ശരിക്കും നികേഷിൻ്റെ മനസ്സിൽ ആ ഒരു കഴിവുണ്ടെങ്കിൽ ഇതിനെ പൊന്നുപോലോ, ഇത് 100 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താലും ഇത് വീണ്ടും വീണ്ടും കൊതിയോട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും മെച്ചപ്പെടാൻ വേണ്ടി. അതാണ് ഈ ചെറിയതോ വലുതോ എന്നുള്ള ഐറ്റം അല്ല. അത്തരത്തിലൊരു ഐറ്റം കാണാം. ഇതൊരു പേപ്പർ ഞാൻ അവിടെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ കയ്യിലൊരു കറൻസി നോട്ടുണ്ട്, നോക്കുക. ഓക്കെ, 10 രൂപയുടെ കറൻസി നോട്ട്. നികേഷ് ചെയ്യേണ്ടത് ഇതിൽ ഈ കറൻസി നോട്ടിൻ്റെ നമ്പർ 1 എഴുതി വെക്കുക. കറൻസി മാത്രം തന്നാൽ മതി എൻ്റെ കയ്യിൽ. ചെയ്യുന്ന നോക്കുക. ഈ കറൻസി നോട്ടിനെ ഞാൻ കറൻസി എത്തിക്കുന്ന നിയമവിരുദ്ധം, പക്ഷേ മജീഷ്യൻസിൻ്റെ അത് ബാധകമല്ല എന്നാണ് ഇപ്പോൾ തെളിയാൻ പോകുന്നത്. നോക്കൂ. യെസ്, നോക്കുക. യെസ്, ഞാനിതിലൂടെ ആവാഹിച്ചെടുത്ത് ഈ ബോക്സിലേക്ക് ഇടാൻ ശ്രമിക്കുന്നു. ഓ ഗ്രേറ്റ്. ഇതാണ് കറൻസി നോട്ട്. ഇതാണെന്ന് നോക്കാം. നമ്മൾ ഇപ്പോൾ നമ്മുടെ പ്രാചീന ഇന്ത്യയെക്കുറിച്ച് വലിയ തോതിലുള്ള ചർച്ച, അതും ശാസ്ത്ര വിദഗ്ധർ തന്നെ വലിയ തോതിലുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ തന്നെ ഇപ്പോൾ ഒരു മോഡേൺ ഡേയ്സിലെ ഒരു മജീഷ്യൻ, ഓം ഹ്രീം എന്നൊക്കെയാണ് അതിനെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട് എന്ത് സംഭാവനയാണ് മാജിക്കിന് നൽകിയിട്ടുള്ളത്? ഭാരതം എന്ത് സംഭാവനയാണ് യഥാർത്ഥത്തിൽ നൽകിയിട്ടുള്ളത്? ഈ ഓം ഹ്രീം എന്നൊക്കെ പറയുന്ന നമ്മുടെ പഴയ കുട്ടിച്ചാത്തന്മാരുണ്ടല്ലോ, അതിനൊക്കെ എന്തെങ്കിലും ഇൻവോൾവ്മെൻറ്റ്, അതായത് പിൽക്കാലത്ത് മാജിക് രൂപപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ? അതിലൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. അതൊക്കെ ഇപ്പോൾ തന്നെ ഈ ഐറ്റം ഞാൻ അവതരിപ്പിക്കുമ്പോൾ അത് എഫക്റ്റീവ് ആകാൻ വേണ്ടി ചില ശബ്ദങ്ങളും ബഹളങ്ങളും ഒക്കെ നമ്മളുണ്ടാക്കി, ആ ഒരു സ്ഥാനം അതിന് കണ്ട. പക്ഷേ മാജിക്കിൽ ഇന്ത്യക്കുള്ള സംഭാവന എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് മജീഷ്യൻസ് പലരും ഇപ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന് മാംഗോ ട്രീ പ്രൊഡക്ഷൻ, പിന്നെ അതുപോലെ ബാസ്ക്കറ്റ് പെണ്ണിനെ ഇട്ടച്ച് കത്തികളൊക്കെ ഇറക്കുന്നു, ഇതെല്ലാം ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ വാനിഷ് ആകുന്നു ഈ ഒരു ഐറ്റം. ഈ ഓം ഹ്രീമിലേക്ക് തന്നെ വന്നാൽ നമ്മുടെ സമൂഹം മജീഷ്യന്മാരെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് മറ്റൊരു കാര്യമാണ് ആൾദൈവങ്ങളും ഇത്തരത്തിലുള്ള നമ്പറുകൾ ഇഷ്ടംപോലെ കാണിക്കുന്നുണ്ട്. താങ്കൾക്ക് ആൾദൈവമാകാൻ തോന്നിയിട്ടുണ്ടോ? കാരണം സമാനമായ പ്രകടനങ്ങൾ അവർ നടത്തുന്നു, താങ്കൾ അതിനെ വിസ്മയിപ്പിക്കുന്ന, അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന പ്രകടനങ്ങൾ താങ്കളെപ്പോലുള്ള ആളുകൾ നടത്തുന്നു. താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ ആൾദൈവമായ? വീട്ടിലിരുന്നാലും മതി. പല ഓഫറുകൾ വന്നിട്ടുണ്ട്. ഒരിക്കലും ഞാൻ അട്ടപ്പാടി എന്ന സ്ഥലത്ത് ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കാൻ എത്തിയപ്പോൾ അന്ന് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഞാനിവിടെ എത്തി. ടീമെല്ലാം അവിടെ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്യുന്നു. ഞാൻ അടുത്തൊരു വീട്ടിൽ ഇങ്ങനെ ഒരു ചാരികസേരിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. അങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറേ പണ്ണൂർ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ വന്ന് നിൽക്കുന്നത്, അവിടുത്തെ ആദിവാസികൾ കുടുംബങ്ങൾ. അവിടെ ആരോ വരാൻ കാര്യം അവരോട് ആരോ പറഞ്ഞു കൊടുത്തു, സാമ്രാജ് വളരെ വിദഗ്ധനാണ്, മഴ പെയ്യിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ അദ്ദേഹം അവരോട് എന്തോ എനിക്കിതെല്ലാം ആര് പറഞ്ഞു കൊടുക്കുന്ന അറിയില്ല, വലിയ ശക്തനാണ്, സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്നൊക്കെ എന്നെ ഉണർത്തി ഇത് കാര്യങ്ങൾ ചോദിച്ചു. അവർ പറയുന്നത് കഴിഞ്ഞ 4 വർഷമായിട്ട് ശരിക്കും അവിടെ മഴ പെയ്തിട്ടില്ല, കൃഷിയൊക്കെ ശരിക്കും ബാധിക്കുന്നു. അപ്പോൾ അങ്ങ് വിചാരിച്ചാൽ ഇവിടെ മഴ പെയ്താൽ ഞങ്ങൾക്ക് ജീവിതം ഭംഗിയാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ ആദ്യം ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കി, എനിക്കിതിനൊന്നുള്ള കഴിവില്ല, ജസ്റ്റ് മാജിക്ക് മാത്രമാണ്, സയൻസാണ് എന്നൊക്കെ അവിടെ പറഞ്ഞിട്ട് ആ പാവങ്ങളോട് യാതൊരു രക്ഷയില്ല. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇതെന്താ ചെയ്യുക നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി. നോക്കിയപ്പോൾ കാർമേഘങ്ങൾ ഇങ്ങനെ ഇരുണ്ടുകൂടി ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മഴ പെയ്യുന്നൊരു തോന്നലുണ്ട്, ആ ഒരു ഫീല് എനിക്ക് കിട്ടി കഴിയുമ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ധൈര്യപൂർവ്വം ഇന്ന് വീട്ടിലേക്ക് പൊക്കോളൂ, ഇന്ന് മഴ പെയ്തിരിക്കും, ഓക്കേ,
ഒരു അരമണിക്കൂർ കഴിയുമ്പം ദേഹത്തെല്ലാം വെള്ളം വീഴുന്നു, മഴ പെയ്യുക, ഇടിവെട്ടോടുകൂടി ഭയങ്കര. അന്ന് ആ പ്രോഗ്രാം ഞങ്ങളെ മാറ്റി വെക്കേണ്ടി വന്നു. ഇന്നും അതിനുശേഷം ഞാൻ അവിടെ ചെന്നിട്ട് അവരൊക്കെ എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. വന്നു കഴിഞ്ഞാൽ കാലം തൊട്ട് വന്നിച്ചിട്ട് അതേപോലെ പറയും, ഞാൻ എന്താ ചെയ്യുക, ഇന്ന് അവിടെ കാണും പോയി അട്ടപ്പാടിയിൽ ആ ഏരിയയിലെങ്ങാനും പോയി ചെറിയൊരു ആശ്രമമൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. മാന്ത്രികൻ്റെ ഒരു ലക്ഷണമാണ് തൊപ്പി, വേഷം, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പേരിലെ ഈ നിഗൂഢത എന്താണ്? സാമ്രാജ് എന്നൊക്കെ ഒരു പേര്, അത് ശരിക്കും ഒരു മാജിക്കാണ്. ദൈവത്തിൻ്റെ പേര് ശരിക്കുമുള്ള പേര് ജോർജ് സാമുവൽ എന്നാണ്. ജോർജ് സാമുവൽ. എൻ്റെ പേര് സാമുവൽ എന്നും പപ്പയുടെ പേര് ജോർജ് എന്നുമാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, എൻ്റെ പ്രോഗ്രാം എവിടെയെങ്കിലും ബുക്ക് ചെയ്തിട്ട് അന്ന് ഭാവിയിൽ എത്രയോ വർഷം കഴിയുമ്പോൾ ഈ മൈക്ക് അനൗൺസ്മെൻ്റൊക്കെ ഉണ്ടല്ലോ, അതിൽ മുറ്റത്തോടൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകും. അങ്ങനെ ലോകപ്രശസ്ത മജിഷ്യൻ ശാമുവേൽ അവതരിപ്പിക്കുന്ന മാജിക് ഷോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഈ ശാമുവേൽ അവതരിപ്പിക്കുന്ന മാജിക് ഷോ ആരെങ്കിലും പ്രോഗ്രാം കാണാൻ വരുമോ? ഏയ് അത് വേണ്ട. അപ്പം പിന്നെ പുതിയൊരു പേരാണ് സാമുവൽ. അതിൻ്റെ സാം എടുത്തു. അടുത്തത് പിന്നെ ആലോചിച്ചു, രാജു വീട്ടിൽ വിളിക്കുന്ന പേര്, ഓമന പേര്. അപ്പം സാമും രാജു ഇത് രണ്ടും ചേർത്ത് വെച്ചു. കൊള്ളാം, സാമ്രാജ്. അന്നേ ഞാൻ കണ്ടുപിടിച്ച പേരാണ്. ഒരു നമ്പർ കൂടി കാണിച്ച് നമുക്ക് അവസാനം. തീർച്ചയായിട്ടും. ബോഡിയിൽ തന്നെ ഇലക്ട്രോ മാഗ്നറ്റ് ഫീൽഡ് രൂപം കൊടുക്കുന്നു. ഓൾറൈറ്റ്, ഇതിനെ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് സൂക്ഷിച്ച് നോക്കുന്നു. നോക്കുക ഇതെങ്ങനെ സംഭവിക്കുന്നു. അതാണ് മാജിക്. ട്രൈ ചെയ്യാം, നോക്കുക. ഒന്ന് തീർച്ചയാണ്, മിസ്റ്റർ നികേഷിന് മാജിക്കിൽ എന്തൊക്കെയോ ചില താല്പര്യങ്ങളുണ്ട്. ആണ് ചെറുതെങ്കിലും അത് പഠിക്കണമെന്നൊരാഗ്രഹം, അതിൻ്റെ വിസ്മയം അതെന്താണെന്നും അറിയാം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും അതിൻ്റെ ഒരു മാഗ്നറ്റിൻ്റെ അംശം കിടക്കുന്നത്. അത് താങ്കൾക്കറിയാം, അതുകൊണ്ടായിരിക്കും താങ്കൾ ആ ഭാഗം മാത്രം വെച്ചത്. അല്ലൊരു മാജിക് കാണിക്കുമ്പോൾ ഇഫും ബട്ടും ഒക്കെ ഉണ്ടാവാം. താങ്കളുടെ രഹസ്യങ്ങളായി തന്നെ ഇരിക്കട്ടെ. വളരെയധികം നന്ദി മീറ്റ് ദി എഡിറ്റേഴ്സിൽ ഇത്രയും നേരം ചെലവഴിച്ചതിന്. അടുത്ത ആഴ്ച മറ്റൊരു വിസ്മയവുമായി വീണ്ടും കാണാം. നമസ്കാരം.